ഹായ്, നമുക്കിന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പേസ്ട്രിയിലും അല്ലെങ്കിൽ ക്രീം കേക്കിലൊക്കെ ബേസ് ആയിട്ടാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാറ്. ക്രീം ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചതിന് ശേഷം മഞ്ഞക്കരുവും വെള്ളക്കരുവും വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് തയ്യാറാക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇത്രയും മുട്ട ചേർത്താലും കേക്കിന് ആ മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരുവും ഒക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, നല്ല പതപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് പതപ്പിച്ചെടുക്കണം, ഒട്ടും വെള്ളം പോലെ കിടക്കാൻ പാടില്ല. ഇതുപോലെ പതപ്പിച്ചെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മഞ്ഞക്കരു എടുക്കാം. ഈ മഞ്ഞക്കരുവിൽ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര എല്ലാം കൂടെ മുട്ടയിൽ ആദ്യമേ ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരുവും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വിസ്ക് വെച്ചിട്ടല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തടി വല്ലതും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണിത്. ബേക്കിംഗ് പൗഡർ മൈദയുടെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് ഈ പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം എടുക്കാം. ഈ പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തട്ടിയെടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അകത്തോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുക. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഒരു കേടായ പാനാണ്. അതിൻ്റെ താഴെ നല്ല കട്ടിയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പിൻ്റെ പുറത്തോട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നേരിട്ട് ഉപ്പിലോട്ട് വയ്ക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. അടച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കി വയ്ക്കുക. ഇനി ഒരു 20-25 മിനിറ്റ് വേണം ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തി വല്ലതും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. മാവൊന്നും പിടിച്ചു വരുന്നില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നിങ്ങൾ ചെയ്യുമ്പോൾ വെന്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ നോക്കുക. നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ കേക്ക് മാറ്റണം, അല്ലെങ്കിൽ കേക്ക് താന്നു പോവും. ബട്ടർ പേപ്പർ മാറ്റാം. അപ്പം നമ്മുടെ സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, താന്നു പോവും. മുറിച്ച് കാണിച്ചു തരാം. അപ്പം നല്ല ഈസി അല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയുടെ ഒരു സ്മെല്ലും കാണില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും.
നേരത്തെ ഓവൻ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.